Hey, hello everyone, assalamu alaikum, welcome back to my YouTube channel. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറേ ആയാലേ ഇതുപോലെ വ്ളോഗെല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് വന്നിട്ട് 2 ദിവസത്തെല്ലാം കൂടിയിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ദിവസം ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതെല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇപ്പം തന്നെ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ആരും ലൈക്ക് ചെയ്യാണ്ട് കാണാറ്, എൻ്റെ വീഡിയോക്കെല്ലാം ഭയങ്കര ലൈക്ക് കുറവാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുറേ ആൾക്കാർ, കുറേയല്ല ഒരു 2-3 ആൾക്കാരെല്ലാം വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടേനു, വീഡിയോ എല്ലാം അടിപൊളിയാണ്, കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അവരൊന്നും ലൈക്ക് ചെയ്യലില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്കും കൂടി ചെയ്തിട്ട് കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആരും ചെയ്യൂല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാനിതാ ടൗണിലേക്ക് പോകുന്നത് മോളെയും കൂട്ടിയിട്ടാണ്. അപ്പോൾ ഞാനും മോൾ വന്നിട്ട് പോയിട്ടുണ്ടായിന്. കുറേ അധികം പരിപാടികളുണ്ടായിരുന്നു. മോളുടെ ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഹെയർ കട്ട് ചെയ്ത്, പിന്നെ ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പിന്നെ കഫേയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോൾ ഉറങ്ങിപ്പോവുകയും ചെയ്തുകൊണ്ട് കുറേ തട്ടിക്കൂട്ടിയിട്ട് കുറേ പരിപാടികളെല്ലാം അങ്ങനെ പെട്ടെന്ന് കയറി ഇറങ്ങിയിട്ട് എല്ലാ പണികളും തീർത്തിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് 2ാമത്തെ ദിവസം രാവിലെയാണ് കേട്ടോ. 2ാമത്തെ മീൻസ് ആ ഒരു ദിവസത്തിൻ്റെ പിറ്റേ ദിവസം തന്നെയല്ല കേട്ടോ. ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു 1 വീക്കെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത്. 1 വീക്കല്ല, ഒരു 5-6 ദിവസം ആകുമ്പോഴത്തേക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും അനിയത്തിയും എല്ലാവരും കൂടി പോക്കാണ് ടൗണിലേക്ക്. അപ്പോൾ നമുക്ക് കുറേ കല്യാണം ഉണ്ട് കേട്ടോ ഫാമിലിയിൽ, അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാനും കുറച്ച് പർച്ചേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഫുഡെല്ലാം കഴിക്കുന്നതിന് മുന്നേയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അതിലൂടെ പോകാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് കണ്ടായി എൻ്റെ ഉപ്പാൻ്റെ തറവാടാണ്. അപ്പോൾ ഇവിടെ ആരും താമസമൊന്നും ഇല്ല. ഇപ്പോൾ പണിക്കാർ സാധനങ്ങളും അങ്ങനെയെല്ലാം ആയിട്ട് ഫുള്ള് സാധനങ്ങളെല്ലാം ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപ്പാൻ്റെ അനിയൻ്റെയും ഏട്ടൻ്റെയും പെങ്ങളെയും എല്ലാവരെയും വീട് അടുത്ത് തന്നെയാണ്. നമ്മളെ വീടും ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ റോഡിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ ചുറ്റി പോകണം. ടൗണിലേക്ക് നമ്മൾ ബസ്സിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ബസ് കിട്ടണമെങ്കിൽ തന്നെ കുറച്ചധികം നടക്കാനുണ്ട്, ഒരു 2-3 മിനിറ്റെല്ലാം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടക്കുന്ന വഴിയെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ കേട്ടോ. നല്ല കാറ്റെല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു ഡിസംബർ മാസം ആയതുകൊണ്ടോ എന്നറിയില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുറത്തോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അത്രയധികം വെയിലുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ വെയിലൊന്നും അങ്ങനെ തട്ടുന്നുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ഉച്ച സമയത്തെല്ലാം മീൻസ് ഒരു 11 മണിക്കെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിട്ട് വിയർത്ത് കുളിച്ച് പോകണ്ടേനു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. പിന്നെ നമ്മൾ പോകുന്നത് പ്ലാസക്കാണ്. അധികവും നമ്മളിങ്ങനെ എന്തെങ്കിലും പർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പോകാൻ പ്ലാസക്കാണ് കേട്ടോ. പ്ലാസക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ അധികം ഷോപ്പ് ഇങ്ങനെ അടുത്തടുത്തുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറിയാൽ ഇഷ്ടമാണെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ഷോപ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ എല്ലാം അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ബസ്സിലും ഓട്ടോയിലൊന്നും കയറിയിട്ട് പിന്നെയും ഇങ്ങനെ ദൂരെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്ലാസക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അധികവും ഫാമിലിയിലാണ് പോക്ക്. പിന്നെ ഫാമിലിയിൽ നിന്ന് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഇങ്ങോട്ടേക്ക് വരണ്ടേ. അതുകൊണ്ട് ഫസ്റ്റ് പ്ലാസക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് സെഞ്ചുറിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ ചുരിദാറെല്ലാം നോക്കുമ്പോൾ അങ്ങനെ അത്രയധികം കളക്ഷൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ മോക്കിപ്പോൾ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു സെക്ഷൻ ഓഫറിൻ്റെ സെക്ഷനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേലത്തെ ഫ്ലോറിൽ കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ശ്രഗ് കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ അത്ര കാര്യമായിട്ട് വലിയ കളക്ഷൻസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. റേറ്റിന് കറക്റ്റായ പോലത്തെ കളക്ഷനൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര റേറ്റും തോന്നുന്നു. പിന്നെ ഡ്രസ്സെല്ലാം കാണുമ്പോൾ ഒരുമാതിരി പഴയ മോഡൽ പോലെയും തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയത് അനിയത്തിക്കാണ് കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് അങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം തന്നെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ തീരുമാനിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഗൗൺ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചുരിദാർ നോക്കി. അങ്ങനെ കുറേ അധികം പല ടൈപ്പ് ഡ്രസ്സും നോക്കിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് കൺഫേം ആക്കിയത്. ഇവിടെ നിന്ന് തന്നെയായിരുന്നു അനിയത്തിക്ക് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നല്ല രസം തോന്നി. പക്ഷേ ബ്ലാക്ക് കളറായതുകൊണ്ട് എടുക്കാൻ തോന്നിയിട്ടില്ല. ഈ ഒരു പാർട്ടി വിയറെല്ലാം ബ്ലാക്ക് കളർ വരുമ്പോൾ ഒരു രസം തോന്നില്ല. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. പാർട്ടി വിയേഴ്സൊന്നും ബ്ലാക്ക് കളർ കണ്ടാൽ എനിക്കിഷ്ടപ്പെടില്ല. ഇത് ആർക്കും ഇഷ്ടമായിട്ടില്ലേനും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കുറേ മോഡലെല്ലാം നോക്കി. അങ്ങനെ ലാസ്റ്റ് ഒരു ഷറാറ ടൈപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്.
അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെറൈറ്റി ടൈപ്പാണല്ലോ, കുറേ വെറൈറ്റി ടൈപ്പ് കളക്ഷൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ടേനു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ട, ഈ ഒരു ഇപ്പോൾ ഇട്ടിരിക്കുന്ന യെല്ലോ, പിന്നെ ഇതിൻ്റെ ലാവൻഡറും, പിന്നെ ഇതിൻ്റെ ഒരു പിങ്ക്, ഒരു ഒനിയൻ പിങ്ക് ആ ഒരു ഷെയ്ഡും ഉണ്ടായിട്ടുണ്ടേനു. അപ്പോൾ ഈ ഒരു മോഡലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. ഇതിലേത് കളറായിരിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ വേറെ ആർക്കും കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ കുറേ ടൈം പോയി കേട്ടോ ആ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നിന്നിട്ടും അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ മോള് ബസ്സിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടേനു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കേട്ടോ എണീറ്റത്. അപ്പം ബസ്സിൽ കയറി കഴിഞ്ഞാലും ആൾ ഉറങ്ങിപ്പോകും. അപ്പോൾ എണീപ്പിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഇങ്ങനെ തട്ടി നടക്കണമല്ലോ, നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാനോ ഒന്നും പറ്റൂല. അതുകൊണ്ട് അങ്ങനെ എണീപ്പിച്ചതേനു. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീയും പിന്നെ ഡിസ്പ്ലേന് വെച്ച ഡ്രസ്സും എല്ലാം റെഡും വൈറ്റും കോമ്പിനേഷനിലേനും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ നല്ല ദാഹവും വിശപ്പും എല്ലാം വന്നത്. അങ്ങനെ നേരെ പോയി സീതാപാനിയിലേക്ക്, ഗ്ലോബൽ വില്ലേജിലെ സീതാപാനിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. നമ്മളധികവും പ്ലാസക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് പോക്ക്. അങ്ങനെ കുറേ ടൈം മെനു എല്ലാം നോക്കി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴത്തെയും പോലെ ഷവർമയും പിന്നെ ചോക്ലേറ്റ് ഷേക്കുമാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. ഷവർമ രണ്ടും വേറെ വേറെ ടൈപ്പ് ഓർഡർ ആക്കി, രണ്ടും ഒരു തന്നെ ഓർഡർ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ കുറേ ഫാൻസിയിലെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കടല കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞ് അരിയുണ്ട ഉണ്ടല്ലോ, അരിയുണ്ട ആക്കുക, കുറച്ച് കടല വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കടല വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെ കുറച്ച് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാല കണ്ട, ഇങ്ങനത്തെ ചോക്കർ ടൈപ്പ് മാല കുറേ ആയിട്ടാ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ റേറ്റ് കാണുമ്പോൾ പിന്നെ വാങ്ങാൻ തോന്നില്ല. കുറേ ഫാൻസി കയറി നോക്കിയാട്ടോ എല്ലായിടത്തും 2000-ൻ്റെ മേലെയാണ് റേറ്റ് കാണുന്നത്. അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ട എന്തെല്ലോ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.